പരിമിതനായ മനുഷ്യൻ അപരിമിതനായ ദൈവത്തിലേക്ക് നടത്തുന്ന ഒരു തീർത്ഥാടനമാണ് നോമ്പ്. ഇത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കലോ ആചാരങ്ങൾ പാലിക്കലോ മാത്രമല്ല, മറിച്ച് ദൈവമനുഷ്യനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിച്ചുവിടുന്ന ആത്മതാപത്തിൻ്റെ ഏതാനും ദിനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ നോമ്പ് ആരംഭിക്കുന്നത് മരുഭൂമിയിലാണ്. ലോകത്തിൻ്റെ മോഹങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുന്ന ഒരിടമാണത്. നമ്മുടെ നോമ്പും ഇത്തരത്തിൽ ഒരു മരുഭൂമി അനുഭവമാകണം. എല്ലാ തിരക്കുകളിൽ നിന്നും അകന്ന് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള യാത്രയാണത്. ആത്മതാപം എന്നത് പശ്ചാത്താപത്തിൻ്റെ ഉന്നതമായ അവസ്ഥയാണ്. തങ്കത്തെ അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവമനുഷ്യനായ ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടാനുള്ള സമയമാണത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് നാം അവനിലേക്ക് കൂടുതൽ അടുക്കുന്നത്. നമ്മുടെ ചെറിയ വിഷമങ്ങളെയും പരിത്യാഗങ്ങളെയും ക്രിസ്തുവിൻ്റെ വലിയ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. അവിടെയാണ് നോമ്പ് അർത്ഥപൂർണമാകുന്നത്. നോമ്പ് ഒരു അവസാനമല്ല, മറിച്ച് ഉയർപ്പിലേക്കുള്ള വഴിയാണത്. ദൈവമനുഷ്യനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ സ്വയത്തെ ഇല്ലാതാക്കി അവനിൽ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാൻ ഈ ആത്മതാപത്തിൻ്റെ യാത്ര നമ്മെ സഹായിക്കട്ടെ.